നമസ്കാരം. എല്ലാവർക്കും ഷാവിഷിൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ബഹുമാന്യരെ, CPI നേതാവ് കാനം രാജേന്ദ്രൻ അവരുടെ 1ാം ചരമവാർഷിക ദിനമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് തുടങ്ങും. ജഗന്നാഥ് വർമ്മ സിനിമ നടൻ അന്തരിച്ച ജഗന്നാഥ് വർമ്മൻ്റെയും ചരമ ദിനമാണ്. 2 ചേരികൾ തമ്മിലുള്ള അവർ രണ്ടുപേരുടെയും സ്വാധീനം നിലനിർത്താൻ വേണ്ടി, ആധിപത്യം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ഈ ദ്രോഹങ്ങൾക്കെല്ലാം പാവം ജനങ്ങളാണ്, അല്ലെങ്കിൽ ജനതയാണ് അതിന് വില നൽകേണ്ടത്. ഇപ്പോൾ സിറിയയിലേക്ക് കുറേ വർഷമായിട്ട് അവിടെ സമാധാന ലേളിയാണ്. എത്രയോ പേര് മരിച്ചു, എത്ര പേര് സ്ഥലം വിട്ടുപോയി. അങ്ങനെ വലിയ പ്രതിസന്ധിയിലാണ്. എല്ലാം ഭംഗിയായിട്ട് കലാശി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ കിടക്കുന്നില്ല. ഇന്ന് ഞാൻ എൻ്റെ ഗ്രൂപ്പും 3-4 പേര് ഞങ്ങൾ KSRTC എറണാകുളം KSRTC കലൂർ PVS ഹോസ്പിറ്റൽ, ഇപ്പോൾ ലിസി ഹോസ്പിറ്റലാണല്ലോ, ആ ജംഗ്ഷൻ മുതൽ ആ തോടിൻ്റെ തീരത്തൂടി KSRTC സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വഴി പനമ്പടി നടൻ മൂലയിട്ടടിച്ച് തേവര വരെ ഒന്ന് പോയി. നല്ലൊരു റോഡ് നിർമ്മിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അവിടെ. അപ്പോൾ കലൂർ മുതൽ തേവരക്ക് ഒരു റോഡ് KSRTC അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ സൗത്ത് വഴി പനമ്പള്ളി നടൻ്റെ ഒരു കോണി കൂടി ചേർന്ന് നടത്തിയാൽ ഈ MG റോഡിലെയും ബാനർജി റോഡിലെയും അല്ലെങ്കിൽ ചിറ്റൂർ റോഡിലേക്ക് തിരക്ക് ഒരു പരിധിയിലധികം കുറയും. നമ്മുടെ MP-മാരും MLA-മാരും കോർപ്പറേഷൻ മേയർമാരും ഗവൺമെൻറ് പോലും ഇതേക്കുറിച്ച് ചിന്തിക്കാത്തത്? MLA-യുടെ പണി എന്താ വെച്ചാൽ ആരോ സ്പോൺസർ ചെയ്യും. MP-യുടെ പണി തന്നെ സ്പോൺസർ ചെയ്യുന്ന പരിപാടിക്ക് അവർ എന്നെ നോട്ടീസ് പ്രിൻ്റ് ചെയ്ത് ഇദ്ദേഹം പോയി പ്രസംഗിച്ച് പോരും. അതാണോ എൻ്റെ MLA? ബഹുമാനം കൊണ്ട് ചോദിക്കുകയാണല്ലോ, വേണമെങ്കിൽ പറയുന്നില്ല. അങ്ങനെയൊക്കെ എൻ്റെ നേതാവും ഗുരുവാണ്. അതിൽ MP ഞാൻ MLA-യോട് ചോദിക്കട്ടെ, നമ്മുടെ കലൂരിൽ നിന്ന് കത്രിക്കടവിലേക്ക് കടവന്ത്രയ്ക്ക് റോഡുണ്ട്, 4 വരിപ്പാത. അതിപ്പോൾ വീണ്ടും ഒന്ന് മോഡിഫിക്കേഷൻ വേണ്ടി 15-20 കോടിയായിട്ട് മോഡിഫിക്കേറ്റ് നന്നാക്കിക്കൊണ്ടിരിക്കണം. നല്ലത് തന്നെ, സംശയമൊന്നുമില്ല. അതിനേക്കാളൊക്കെ ജനസാന്ദ്രതയുള്ള തിരക്കുള്ള ആവശ്യമായ റോഡാണല്ലോ കലൂരിൽ നിന്ന് എളമക്കരയ്ക്ക് പോകുന്നത്. ആ റോഡൊന്ന് വീതി കൂട്ടുന്നു, അതൊന്ന് മോഡിഫിക്കേഷൻ വരുത്തുന്നു. നിങ്ങൾക്ക് ആർക്കും ചിന്ത വരാത്തത്? ഞങ്ങളൊരു ശ്രമം നടത്തി, ഒരിക്കൽ ഫ്ലെക്സൊക്കെ വെച്ച് ഒരു ശ്രമം നടത്തിയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ കച്ചവടക്കാർക്ക് ഒരു പരാതിയുണ്ട്, അവരുടെ സ്ഥലം പോകും എന്നുകൊണ്ട് അവർക്ക് താല്പര്യമില്ല, അതൊക്കെ ന്യൂസ് പുറത്തു വന്നു. അതൊന്നും ശരിയല്ല. അങ്ങനെ കച്ചവടക്കാർ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായത്തെ മാനിച്ച് പൊതു വളർച്ച അല്ലെങ്കിൽ പൊതു വികസനം എതിർക്കാൻ പറ്റുമോ? തടസ്സം ചെയ്യാൻ പറ്റുമോ? എൻ്റെ MLA MP നിങ്ങൾ എന്തെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നേ. ഇപ്പോൾ MP-യുടെ ഓട്ടോറിക്ഷ തൊഴിലാളി നല്ല കാര്യം, ഒരു സംശയക്കാരത്തില്ല, വളരെ ഗുഡ്. ഞാൻ അദ്ദേഹത്തിന് അനുമോദനം അർപ്പിക്കാനാണ് ഈ സമയം ഉപയോഗിക്കുന്നത് MP-യുടെ. കാരണം ഓട്ടോറിക്ഷക്കാരുടെയൊക്കെ അവസ്ഥ എന്താണെന്നറിയോ? ഈ കടുവയ്ക്ക് ഇര കിട്ടും പോലെ വന്ന് ഇരിക്കണം, ഇന്ന് അവിടെ ഇരിക്കണം, അങ്ങനെ ഇത് മാറി 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 കിട്ടും. എങ്കിലും ഒന്ന് നടക്കാൻ പോകാനോ അല്ലെങ്കിൽ ഒന്ന് വിശ്രമം പിന്നെ അവിടെ ഇരിക്കുകയാണല്ലോ. ഞാൻ ഈ ഓട്ടോറിക്ഷക്കാരോടൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് വ്യായാമം മസ്റ്റാണ്. നിങ്ങൾ അപ്പിയിടാൻ പോകുന്നത് ഓട്ടോയിലാണ്, കക്കൂസിൽ പോകുന്നതിന് മൂത്രമൊഴിക്കാൻ പോലും ഓട്ടോയിലാണ്. അങ്ങനെ ശീലിച്ചു പോയി. നിങ്ങൾക്ക് ദിവസത്തിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ ഈ ടേൺ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇന്ന് ഒരു സമയത്ത് ഒരു അരമണിക്കൂർ നിങ്ങളെങ്കിലും നടക്ക്. മിനിമം മറ്റേ ജിമ്മിൽ പോകാനൊന്നും പറ്റില്ല എന്ന് വയ്ക്കാം, അരമണിക്കൂർ നടക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതുകൊണ്ട് കൊളസ്ട്രോൾ കൂടി എത്ര ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ചെറുപ്പത്തിൽ 40, 38, 50 വയസ്സിനുള്ളിലൊക്കെ പെടുമരണം വരുന്നത്. കാരണം കൊളസ്ട്രോൾ കൂടി അറ്റാക്ക് വന്നൊക്കെ ഇതൊക്കെ വരാണ്. മരട് നമുക്ക് തടക്കാൻ പറ്റില്ല, പക്ഷേ അത് അസുഖം മൂലം വഹിക്കുന്നുണ്ടോ? നമ്മൾ ബാലകൃഷ്ണൻ നായർ മകൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മരിച്ചില്ലേ? അദ്ദേഹം ക്യാൻസർ ആയിട്ടാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് എന്താ വെച്ചാൽ 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ഏതാണ്ട് 30% പേർക്ക് ക്യാൻസർ വരും. അതിൽ നല്ല ശതമാനം മരിക്കുന്നതാണ്. 2050 ആകുമ്പോഴേക്കും, 50 എത്ര കൊല്ലമുണ്ട്? 24 പോയിട്ട് 26 വർഷമേ ഉള്ളൂ. ഒരു 1/4 നൂറ്റാണ്ട് കഴിയുമ്പോൾ ഇന്ത്യയിൽ 50% പേർക്കും
ക്യാൻസർ രോഗം വരും, അതിൽ നല്ല ശതമാനം ആ കാരണം മരിക്കുന്നതാണ്. എവിടെ എത്തി നമ്മുടെ ആരോഗ്യ നിലവാരമൊക്കെ? ആരെന്ത് ചെയ്തിട്ടും ക്യാൻസർ മരുന്ന് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പരിഹാരം കാണാൻ പറ്റില്ലല്ലോ. പുകവലിച്ച ക്യാൻസർ വരും, മദ്യം കഴിക്കാനൊക്കെ വരും. അതൊക്കെ ശരി തന്നെ, അത് മാത്രമല്ല മറ്റു പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്, ഈ കലൂരിൽ നിന്ന് ആ തോടിന് സൈഡിൽ കൂടി KSRTC സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പനമ്പനത്താട് ഭാഗം പറമ്പിത്തറ റോഡ് വഴിയൊക്കെ കൊണ്ട് പല സ്ഥലത്തും റോഡുണ്ട്, ഒന്ന് യോജിപ്പിച്ചാൽ മതി. തേവര ജംഗ്ഷനിലേക്ക് എത്തട്ടെ. തേവര കായൽ തീരല്ലേ, എന്ത് സുഖവാസ സ്ഥലമാണത്. ആ റോഡ് ഇതിപ്പം ഞങ്ങൾ പോയപ്പോൾ ഒരു 5 മണി കഴിഞ്ഞ്, 5 മണി അല്ലെങ്കിൽ 4:05 കാണും. 2-3 മണിക്കൂർ എടുത്തപ്പോൾ ഒരു 6:30-7 വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 8 ഇപ്പോൾ 1 മണിക്കൂർ പോകുന്നുള്ളൂ. ഈ 2-8 മണിക്കൂറിൽ പോയിട്ട് അവിടെയല്ല ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ആ ഭാഗത്തൊക്കെ വിജനമാണ്. സൺഡേ ആയതുകൊണ്ട് വഹിക്കുന്നപ്പോൾ കൂടുതൽ വിജനം. എങ്കിൽ വിജനം മാത്രമല്ല, കാട് പിടിച്ച് ഭയമാണ് അതിലേക്ക് ആൾക്കാർ പോകാൻ. KSRTC ബസ് സ്റ്റാൻഡ് നില എന്താണ്? മുടിഞ്ഞ് റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ ആകെ തല്ലിപ്പൊളി പണിതുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ എല്ലാ നിലയ്ക്കും ഒരു അരാജകത്വമാണ് കാണുന്നത്. അപ്പോൾ അതിലെ ഒരു റോഡ്, നല്ല റോഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രദേശം തെളിയും. ഈ ഗുണ്ടകളും അല്ലെങ്കിൽ മറ്റ് വെൺവിഭജന്മാരൊക്കെ മാറും. ഇതൊക്കെ 6 മണി കഴിഞ്ഞാൽ അവിടെയൊക്കെയല്ലോ ഒരു മനുഷ്യന് ചെല്ലാൻ പറ്റില്ല, അത്ര ഭീകരമാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗവും ഈ പറഞ്ഞ KSRTC ആ ഭാഗമൊക്കെ. ഇത് വിചിത്രമാണ്. അപ്പോൾ ഒരു സൈഡ് റെയിൽവേ ലൈൻ, മറ്റു സൈഡിൽ ബസ് സ്റ്റാൻഡൊക്കെയാണ്, ഒരു ആൾപ്പാർപ്പില്ല. ഒരു 6 മണികൾ കഴിഞ്ഞ് വിജനമായി. പിന്നെ പെണ്ണ് കച്ചവടക്കാരും കഞ്ചാവരൊക്കെ ആസ്ഥാനമായി, ഗുണ്ടകളും തെറുകളും. എന്തൊരു അവസ്ഥയാണ് നോക്കണം. അത് അങ്ങനെ ചെയ്യണം. മറ്റൊന്ന്, നമ്മൾ ഒരു മതത്തെയും കുറ്റം പറയാൻ താല്പര്യമില്ല, പറയാനും പാടില്ല. കാരണം നമ്മൾ എല്ലാ മതത്തെയും നമ്മൾ അംഗീകരിക്കണം. നമ്മൾ വിശ്വസിക്കുന്ന മതത്തെയാണ് അതിന് നമ്മൾ ആരാധിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത എല്ലാ മതങ്ങളും നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുകയും ചെയ്യണം. ഈ പ്രിൻ്റ് ചെയ്ത കടലാസ് അത് കത്തിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ബുദ്ധി വികസിക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരുപടി പക്ക നെറികേട്. വിദ്യാഭ്യാസം ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന വർഗം, സമ്പന്ന വർഗം, ഒരു വേദക്കാർ, അവരൊക്കെ ചെയ്യുന്നത് എന്നാൽ അങ്ങനെ കഴിച്ച് ആ കൊച്ചിൻ്റെ എന്തോ അസുഖം വന്നിട്ട് എത്ര മാസം പിടിച്ചറിയോ? കൊച്ചുതല 10-20 വയസ്സുണ്ടല്ലേ. എന്താ നിങ്ങൾ നോക്കുന്നത്? എൻ്റെ മത സമുദായമേ അല്ലെങ്കിൽ സമൂഹമേ, ഏത് ജാതി അത് ഞാൻ പറയുന്നില്ല. ഈ പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മഷി മാരകമാണ്, ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. ഏത് കുട്ടിക്കും അറിയാം. പ്രിൻ്റ് ചെയ്ത മഷി അവർ പറയുന്ന കടലാസ് 4 ഷീറ്റ്, 2 ഷീറ്റ് 4 പേജുണ്ട്. ഈ 4 പേജ് കത്തിച്ച് വെള്ളത്തിലാക്കി അത് കുടിച്ച് വയറ്റി ചെന്നാൽ അവസ്ഥ എന്താ? ഇത്ര ബുദ്ധിയില്ലാത്തതാണ്. പണം ഉണ്ടാക്കണത്ത ഒറ്റ ജ്വര കാരണം, പണം എന്ന ജ്വര കാരണം. എന്തൊരു അനാവശ്യം നുണയെ പറയുന്നത്, എന്തോ ഒരു വിരോധാഭാസമാണ് പറയുന്നത്. ചില വിഭാഗങ്ങൾ ഒരു കുഴപ്പമില്ല, 2 പേര് പിടിച്ചു കൊണ്ടുവന്ന് കടത്താണ്. അത്രയും പറയുന്നതനുസരിച്ച് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് ചിലയില്ലേ പ്രാർത്ഥന കഴിയും പിന്നെ പറന്നു പോവാണ്. എന്തൊരു കാലമാണ് നമ്മുടെ മനുഷ്യൻ. വടക്കേ ഇന്ത്യക്കാർക്കാണ് പിന്നെ മനസ്സിലാക്കുക. അവിടെ ചാണകം തിന്ന മൂത്തം കുടിക്കുന്നവർക്കും അങ്ങ് കൊറോണയ്ക്ക് ഇതിന് പാത്രങ്ങൾ കൊട്ടിയാൽ മതി ഇതൊക്കെ പറഞ്ഞവർക്കൊക്കെ അത് പോട്ടി നിൽക്കുക. ഈ മലയാളികളോ, ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാൽ മലയാളികളോ, അത് ലോകമതം എന്ന് പറയുന്ന മതങ്ങളുടെയൊക്കെ കെയർ ഓഫിൽ ഇത്രയും നീചവും നികൃഷ്ടവും നിഷ്ഠൂരവും നിഷ്കരുണമായ പ്രവൃത്തി ചെയ്തിട്ട് അതിനെതിരെ ശബ്ദിക്കാൻ ഈ സമുദായങ്ങളിലെ ഉന്നത ചിന്തയുണ്ടെന്ന് പറയുന്ന യുവജനങ്ങൾ എന്തിപ്പോൾ രംഗത്ത് വരാത്തത്? പണ്ട് ചില സമുദായങ്ങൾക്ക് പിഞ്ഞാണത്തിൽ എഴുതി കൊടുക്കും. അത് ഒരു പ്രിന്റിങ് മെഷീനല്ല, ഈ അരി കത്തിച്ച് കിട്ടുന്ന കരിയാണ്. അത് നല്ലതല്ല, അപകടമാണെങ്കിലും ഈ പ്രിന്റിങ് മെഷീനത്തിൽ കെമിക്കലില്ല. അത് എഴുതി കലക്കി കുടിച്ചു കഴിഞ്ഞാൽ അസുഖം മാറുക. എന്താ ഒരു അത് ദൈവം അല്ലെങ്കിൽ അള്ളാഹു പടച്ചവൻ എന്നൊക്കെ അത് സത്യമാണ്, ഞാൻ സംശയമില്ല. ബാക്കി അതിൻ്റെ പേരിൽ നടത്തുന്ന കാട്ടിക്കൂട്ടിയ വിക്രിയകൾ 99% നികൃഷ്ടമായ രീതിയിലാണ്. വെറും പണത്തിന് വേണ്ടി മാത്രം. ഒരു ജാതി മാത്രമല്ല, എല്ലാ ജാതികളും.
സമ്പത്തുണ്ടാകാൻ വേണ്ടി പിന്നെ എന്താണ് നമ്മുടെ UP-യിൽ നാള് ഒരു കുട്ടിയെ കൊന്നുകൊണ്ടില്ല, 5 വയസ്സുള്ള കുട്ടിയെ സ്കൂളിൽ റിസൾട്ട് കൂട്ടാൻ വേണ്ടി ബലിദാനം. ഇതിനെതിരെ എന്തേ നിങ്ങൾ പ്രതികരിക്കാത്തത്? ഈ രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ യുവജന വിഭാഗങ്ങൾ, നിങ്ങൾ എന്തേ രംഗത്ത് വരാത്തത്? തച്ചൊടുക്കണ്ടേ മുഖം നോക്കാതെ? ഇതുപോലെ നീചമായ, നികൃഷ്ടമായ, നിഷ്ഠൂരമായ, നിഷ്കരുണമായ പ്രവൃത്തി ചെയ്യുന്ന മതവിഭാഗം ഏതായതാലും, A or B or C ഏതായാലും അവർക്ക് ആ ആരാധന ഞാൻ പറയുന്നില്ല, അതൊന്നും ആരാധനയാവില്ല. ആരാധനയും എന്ന് പറഞ്ഞാൽ എത്രയോ പവിത്രമാണ്. അങ്ങനെയുള്ള കെട്ടിടങ്ങളും സംഗീതങ്ങളും തട്ടി തകർക്കട്ടെ. ഇത് നിങ്ങൾ ചെയ്യാൻ ചെറുപ്പക്കാർക്ക്. ഞങ്ങൾ പ്രായമായി, യുവാക്കൾ ഇറങ്ങത്തിറങ്ങണ്ടേ? ഞങ്ങൾ ഇതിന് പല അനീതികൾക്കും ഞങ്ങൾ ചെറുപ്പത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അന്ന് ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്, ശക്തിയുണ്ട്, പവർ ഉണ്ടായത്. ഇന്നിപ്പോൾ ഞങ്ങളൊക്കെ പ്രായമായി, മോർ ദാൻ 75 എന്നൊന്നും അറിയാമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഉപദേശിക്കാൻ പറ്റുള്ളൂ. അന്ന് ഞങ്ങൾ ഉപദേശിക്കല്ല, ക്രിയ ചെയ്തിരുന്നു, പ്രവൃത്തി ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ തലമുറ ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്ന് ആരും മറക്കാതെ ഇത് ചെയ്യണം, ഇത് പ്രചരിപ്പിക്കണം. എന്തൊക്കെ ആയെന്നറിയോ? അനീതി, അധർമ്മം എവിടെ കണ്ടാലും അത് നമ്മൾ എതിർക്കണം. ഇതൊക്കെ അനീതിയാണ്. വിജ്ഞാനത്തിൽ എഴുതി കുടിക്കുന്നു, അത് ഞാൻ പറഞ്ഞില്ല, അത് പിന്നീട് കരിയല്ല, അരി കത്തിച്ച കരിയാണ്, അത് അത്രയും ദൂഷ്യമല്ല. മറ്റ് പ്രിൻ്റ് ചെയ്ത് 4 പേജ് 2 കടലാസുള്ള ഒരു വാർത്താ പത്രം പ്രിൻ്റ് ചെയ്ത കരിമഷി കൊണ്ട് പ്രിൻറ്റിങ് മഷി കൊണ്ട് പ്രിൻ്റ് ചെയ്ത് അത് കത്തിച്ച് കലക്കി കുടിച്ചാൽ ബുദ്ധി വികസിക്കുന്ന കുടിച്ച് ഒരാൾ ആശുപത്രി കിടക്കണതേ. അതിനെതിരെ ശബ്ദിക്കാൻ, ഈ അനീതിക്കെതിരെ പടപുരുതാൻ എന്ത് യുവാക്കളെ, യുവജനങ്ങളെ, എൻ്റെ കുഞ്ഞു സഹോദരങ്ങളെ, നിങ്ങൾ അനീതിക്കെതിരെ പ്രതികരിക്കാത്തത്? നിങ്ങൾ പ്രതികരിക്കണം, മുഖം നോക്കാതെ. ഒരു ജാതി മതം നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പുറകിൽ ഞങ്ങളുണ്ട്, നമ്മുടെ പോലീസുണ്ട്, നമ്മുടെ സർക്കാരുണ്ട്. പക്ഷെ എന്തൊരു അനീതിയാണ്, അതൊരു സംഭവം. CPM-നെ സംബന്ധിച്ച് പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു മാന്യനായ ഒരാൾ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച് സ്വാഭാവികമായിട്ടും ചെറിയ പ്രശ്നമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ചില മാന്യന്മാർക്ക് പറ്റുന്ന ഗതികേടെന്ന്. അദ്ദേഹം വലിയ വിദ്യാഭ്യാസമല്ലേ, സാധാരണ വിദ്യാലയ കർഷകനാണ്. ഇത് പറഞ്ഞത് ശരിയല്ലേ? അതുപോലെ CPM ചെന്ന് പെട്ടിരിക്കുന്ന ആ അധർമ്മത്തിനെയും അഗാധതയുടെയും ആഴം എത്രയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് മാറിയ ആ സഖാവ് 20 വർഷമായിട്ടോ 22 വർഷമായിട്ടോ ഉണ്ടായതുകൊണ്ട് കഴിഞ്ഞ 5-6 വർഷമായിട്ട് BJP ആയിട്ട് രഹസ്യധാരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ സഖാവ് ജോയിയെ, അവിടെ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ജോയികൾക്ക് ചോദിക്കും ക്രിസ്ത്യാനി നല്ല, അദ്ദേഹം ഈഴവ വിഭാഗത്തിൽപ്പെട്ടാണ്. ഇത് അന്ന് മത്സരിച്ച 3 പേര് ഈഴവ തന്നെയാണ്. മുരളി ഈഴവനാണ്, പിന്നെ അടൂർ പ്രകാശ് ഈഴവനാണ്. 3 ഈഴവന്മാർ നിന്നിട്ടാണ് അടൂർ പ്രകാശിനെ 100 വോട്ടാണ് ജയിച്ചത്. അറിയാമല്ലോ. അപ്പോൾ അത് എന്ത് സഖാക്കൾ നിങ്ങൾക്ക് മനസ്സിലാകും? നിങ്ങൾ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്കൊക്കെ ചിന്ത മാറി, പാർട്ടി മാറാനൊക്കെ പരിപാടി നിങ്ങളത് ചുഴിഞ്ഞ് ആലോചിച്ച് അറിയണ്ടേ? മാറിയതിനു ശേഷമല്ലേ അറിയുന്നത്. അതേമാതിരി മകൾ മാറി, മകൻ മാറി. ഈ പാർട്ടി എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക? മണി വേറെയും പറഞ്ഞ് അനീതിക്കെതിരെ പോയതും മണി വേറെ കാര്യം പറഞ്ഞ് എന്താണ് പറഞ്ഞത്? ഇങ്ങനെ അടിക്കുന്നത് തിരിച്ചടിക്കുന്നത്. ഇതൊക്കെ ഒരു പരിധിവരെ ശരിയാണ്. നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു എന്നാണ്, മോശമാണ്. പ്രതികരിക്കണം, അതൊക്കെ പരിധിയുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്ത CPM-ന് എന്ത് പറ്റി? CPM-ന് കുറുന്തോട്ടി വാദം പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് പറയുന്ന പോലെയാണ്. വാദത്തിൽ ചികിത്സ പ്രധാന മരുന്നാണ് കുറുന്തോട്ടി, അതാണ് മരുന്ന്. അതിന് വാദം പിടിച്ചാൽ എന്ന് പറഞ്ഞ പോലെ ഈ CPM-നൊക്കെ ഒന്ന് വീഴ്ച പറ്റി പിന്നെ ആരുണ്ട് ഇവിടുന്ന് ഒരു നീതിക്ക് പറയാനും ഒരു സാഹോദര്യത്തിനും പിന്നെ സാധാരണക്കാരൻ പ്രവർത്തിയും പിന്നെ ആരുണ്ട് ഇന്ത്യയിൽ? കേരളത്തിൽ വലിയ അപകടത്തിലേക്കാണ്. അപ്പോൾ മറ്റൊരു കാര്യം പറയാം, കറന്റ് ചാർജ് വർധന. തമിഴ്നാട്ടിൽ ചെന്ന് നോക്കുക, അവിടെയൊക്കെ കറന്റ് ചാർജ് വള്ളിച്ചതാണ്. ഡൽഹിയിൽ കംപ്ലീറ്റ് ഫ്രീ ആണ്. മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഒരു ശീലമാക്കിയിരിക്കുകയാണ് കൊല്ലം കറന്റ് ചാർജ് കൂട്ടുക. പണ്ട് റെയിൽവേ ഓരോ വർഷം 20% ചാർജ് കൂട്ടും. അങ്ങനെ കൂട്ടിയാണ് റെയിൽവേ ചാർജും ഇവിടുത്തെ സൂപ്പർ ഫാസ്റ്റ് ചാർജും തമ്മിൽ
സൂപ്പർഫാസ്റ്റ് ചാർജേക്കാൾ മുകളിലൊന്ന് റെയിൽവേ ചാർജ്. അത് കഴിഞ്ഞ് ഒരു 10 വർഷം മുമ്പുള്ള കാലം ഞാൻ പറഞ്ഞത്. ലാലുജി അധികാരത്തിൽ വന്നപ്പോൾ ഞാൻ ആ പാർട്ടി അന്ന് സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. 15,000 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ലിക്വിഡേറ്റ് പോകുന്നതാണ് അന്ന് ചെയർമാൻ പറഞ്ഞത്. ആ റെയിൽവേയാണ് ലാലുജി 15,000 കോടി ലാഭമാക്കിയത്. 10 പൈസ കൂട്ടാതെ 5 വർഷക്കാലത്തേക്ക് 10 പൈസ റെയിൽവേയിൽ ചാർജ് കൂട്ടിയിട്ടില്ല. അത് വ്യത്യാസമായി. ഇന്നിപ്പോൾ തൃശ്ശൂർക്ക് നമ്മൾ പോകണമെങ്കിൽ 20 രൂപ കൊടുത്താൽ മതി. എറണാകുളത്ത് നിന്നും ചാലക്കുടിക്ക് അങ്കമാലിക്കും 10 രൂപ മതി. അതായത് തൃശ്ശൂർക്ക് നമ്മൾ ഇന്ത്യൻ സൂപ്പർ ഫാസ്റ്റിൽ പോകണമെങ്കിലോ ഏതാണ്ട് 150 രൂപ വരും തോന്നുന്നു. എത്ര ഇരട്ടിയായി? അത് ആ 5 വർഷം റെയിൽവേ ചാർജ് കൂടാതെ ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റൊക്കെ താഴെ നിൽക്കുന്നത്. അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് മുകളിൽ വീണ്ടും പഴയതുപോലെ ആവുമായിരുന്നു. അത് ഇലക്ട്രിക് ചാർജ് 5000 കോടി ഒറ്റ പിടിച്ചു കിട്ടാനുണ്ട്. ഒരിക്കൽ 2 ടേമിന് മുമ്പ് ആര്യയുടെ മുഹമ്മദ് അവർകൾ റെയിൽവേ ഇലക്ട്രിസിറ്റി ബോർഡ് മന്ത്രി ആയപ്പോഴേ ആലുവ എറണാകുളം കളമശ്ശേരി ടൗൺ ഹാളിൽ യോഗം വിളിച്ചു. ഞങ്ങൾ പോയിരുന്നു. നമുക്ക് കർശനമായിട്ട് ഞങ്ങളത് ഒരു നിവേദനം കൊടുത്തു. എന്നറിയോ, അന്നുണ്ട് 1500-2000 കോടിയായിട്ട് പിരിഞ്ഞ് കിട്ടാനുണ്ട്. 2000 കോടി രൂപ പിരിഞ്ഞ് കിട്ടാനുള്ളപ്പോഴാണ് 600 ഷോർട്ടേജിന് വേണ്ടി ചാർജ് കൂട്ടുന്നത്. അത് ചാർജ് കൂട്ടിയില്ല പള്ളി. പിരിയാൾ കിട്ടിയോന്ന് അറിയില്ല. ഇന്നിപ്പോൾ ഏതാണ്ട് 5000 കോടി പറ്റും ഇലക്ട്രിസിറ്റി ബോർഡിൽ പിരിഞ്ഞ് കിട്ടാനുണ്ടെന്ന്. സർക്കാരിൻ്റെയും അല്ലാതെ എല്ലാ ബൂസ്റ്റയുടെ ഒക്കെ അത് പിരിച്ചെടുത്താൽ പോരെ. അത് പിരിച്ചെടുക്കാതെ ഈ അന്യായമായ ചാർജ് വർധന അതിലൊരു ന്യായീകരണം പറഞ്ഞു. എന്താണ് മാസ്റ്ററെ ന്യായീകരണം? നിങ്ങൾ ആദ്യമായിട്ട് ആ കുരിശ പിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ കുരിശിട്ടെങ്കിൽ ഞങ്ങൾ പിടിക്ക്. ഇത് പിടിക്കില്ല. അത് അടിക്കൂടി വാങ്ങിച്ച് പകുതി അടിക്കൂടി വാങ്ങിക്കും. പിന്നെ കൈകാലിക്കൊന്നുമില്ല. ഒരു ആവശ്യം വന്ന ഉടനെ കുടിച്ചു കൊടുക്കാനുള്ള കോടികൾ കൊടുക്കാനുള്ളത് ഫോൺ വിളിക്കും. ചെല്ലുമ്പോൾ 50,000 കൊടുക്കും, 1,00,000 കൊടുക്കും, വാങ്ങിക്കും. പാർട്ടിക്കാർ പോകും. അവർക്ക് ലാഭം, പാർട്ടിക്ക് ലാഭം, എല്ലാം ലാഭം, പബ്ലിക്ക് നഷ്ടം. എന്തൊരു വർദ്ധനവെന്നാണ് കരുതി അറിഞ്ഞ്. അങ്ങനെ വർദ്ധിച്ചിരിക്കാതെ വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. ഇത്ര 2 വകുപ്പാണ് ഈ കേരളത്തിൽ, KSRTCയും KSEB. ഇത്ര കുത്തഴിഞ്ഞ പണ്ട് KSRTCക്ക് ബോംബെ തോൻ്റെ പാർസലുണ്ടല്ലോ, എടപ്പാളിൽ ഡിപ്പോയിലേക്ക് വരികയാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് പാർസൽ പോയി വിറ്റുപോകും. മുക്കിക്കളയും, വിറ്റുകളെ പുറത്ത്. ഇവിടെ എത്തൂല, കണക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഏതുപോലെയാണ്? 70,000 കോടി രൂപ വെച്ചോ, 75,000 കോടി രൂപ 500 നോട്ട് പ്രിന്റ് ചെയ്ത് റിസർവ് ബാങ്കിലേക്ക് അയച്ച് ബാങ്കിലെത്തിയില്ല. അത് പുറത്ത് പോയി. അന്വേഷിച്ച് പറയണം എന്തോ വെച്ചാൽ ഷോർട്ടേജ് കാണുന്നുണ്ടെന്ന്. ഒരു അന്വേഷണം ഉണ്ടായില്ല. എത്ര 1000 കോടി രൂപ 500 നോട്ടേ. എത്ര നിരുത്തരവാദിത്വപരമായ രീതിയിലാണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും രാജ്യം ഭരിക്കുന്ന കക്ഷികളും ചെയ്യുന്നത്. പാവപ്പെട്ടവർ കാണുന്ന അനീതി. സാധാരണക്കാരൻ്റെ വീട്ടിൽ പണം കിട്ടിയില്ലെങ്കിൽ 5 മണി കഴിഞ്ഞ് 5:01 ലൈൻമാൻ ഒരു ഫീസ് വരാൻ. അതേ സ്ഥാനത്ത് ഒന്നുകൂടി ഞാൻ പറയാം, സാധാരണക്കാരൻ ഒരു 500-600 കുടിച്ച് 300 ആ ലാസ്റ്റ് ഡേറ്റ് 5 മണി കഴിഞ്ഞ് 5:01 ലൈൻമാൻ ഫ്യൂസ് വരാൻ വരും. ഇപ്പം ഇരിക്കണ ഫീസ് വരാതെ ഓഫീസർ ഇത് കട്ടാക്കാൻ പറ്റുമോ അറിയില്ല. അതേ വീട്ടിൽ അപ്പുറത്തെ വീട്ടുകാർക്ക് 5 ലക്ഷം, 1 കോടി, 2 കോടി, 3 കോടി, 5 കോടിയൊക്കെ കുടിച്ചു കിടക്കാണ്. അതൊരു ചോദ്യമില്ല. ഈ 300 കൊടുക്കാൻ കൊടുത്തില്ലെങ്കിൽ അപ്പോൾ അവൻ പാവപ്പെട്ടനാ, അവനോട് ചോദിക്കുക. മറ്റേ ചോദിച്ചാൽ പണി പോകും. എന്താണ് സാർ, എന്താണ് സഖാക്കളെ, എന്താണ് കോൺഗ്രസ്സുകാർ, എന്താണ് BJPക്കാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ചോദിക്കേണ്ടത് എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? കേരളത്തിൽ പോലും ഇതിനെതിരെ DYFIക്കാരോ KSUക്കാരോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരോ എന്തെങ്കിലും സംബന്ധിച്ചുണ്ടോ? ഇന്ധന വർധനവിനെതിരെ അന്യായമാണ് എല്ലാവർക്കും. ഇവിടെ ആരെങ്കിലും സമയം ഏത് പ്രതിപക്ഷ പാർട്ടി ചെയ്യുന്നുണ്ടോ ഭരണകക്ഷി ചെയ്യുന്നുണ്ടോ? ഭരണകക്ഷിക്ക് എന്ത് കിട്ടും? ടാക്സ് ഐറ്റത്തിൽ കോടികൾ കിട്ടും. പ്രതിപക്ഷത്തിൽ കമ്പനികൾ കോടികൾ കൊടുക്കേണ്ട സംഭാവനയായിട്ട്. പിന്നെ അവർക്കെന്താ? പാവപ്പെട്ട എന്ത്? 1 ലിറ്റർ പെട്രോളിന് 100-110 രൂപ എന്നൊക്കെ പറയപ്പോഴേ എന്ത് ന്യായീകരണമല്ലോ. എന്നിട്ട് ഒരു സമരം ചെയ്യുന്നുണ്ടോ? അവിടെ ശോഭാ സുരേന്ദ്രനൊക്കെ കാളവണ്ടിയും ഗ്യാസ് കുറ്റിയൊക്കെ നടന്ന് കണ്ടതാവും. അവരന്ന് പ്രതിപക്ഷത്തിൽ അത്രയും ചെയ്തു. ഇപ്പൊ പ്രതിപക്ഷമുള്ള പാർട്ടിയിൽ ഇന്ധന വർധനവിനെതിരെ ഒരു വാക്കുപോലും ഈ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പറയുന്നുണ്ടോ? അവർക്ക് വേണ്ട ആവശ്യമില്ല.
അത് വേറൊരു കാര്യം, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്, അതിൻ്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സാറേ, അങ്ങയുടെ ചെറുപ്പവും യൗവനവും ഒക്കെ നമ്മൾ ഉൾക്കൊണ്ട് പോകണം ഭംഗിയേക്കാം. പക്ഷേ മുനമ്പത്തെ വക്കഭൂമിയല്ല എന്ന് താങ്കൾ പറഞ്ഞതായിട്ട് കാണുന്നു, ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താതെ തിരുത്തേണ്ടത് പാർട്ടിക്ക് ആൾക്കാർ ചെന്ന് അദ്ദേഹത്തെ കണ്ട് ബോധ്യപ്പെടുത്തണം. അല്ലാതെ പ്രതിപക്ഷ നേതാവെന്നല്ല അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. ഇപ്പോൾ ഷാജി പറഞ്ഞു അദ്ദേഹം പറഞ്ഞ് ശരിയല്ല എന്ന്. ഷാജിക്കും പ്രസ്താവന എടുത്താം, പക്ഷെ അതിനേക്കാൾ ഉചിതം അദ്ദേഹത്തെ കണ്ട് തിരുത്തിയ പോലെ രഹസ്യമായിട്ട്. ഇത് പാർട്ടിയിൽ ഒരു അന്തഛിദ്രം ഉണ്ടെന്നോ അല്ലെങ്കിൽ രണ്ട് അഭിപ്രായം നിങ്ങൾക്ക് പുറത്തു വരല്ലേ? ഈ ഷാജി പോലുള്ള ലീഗിൻ്റെ നേതാക്കളും ഈ വി.ഡി. സതീഷിനെ പോലുള്ള നേതാക്കളൊക്കെയാണ് ഈ UDF നയിക്കുന്നെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അടുത്ത ഭരണത്തിൽ കയറാൻ പറ്റുക? UDF ഭരണം കിട്ടുന്നതാണ് എല്ലാവർക്കും പ്രതീക്ഷ, ഒരു സത്യമാണത്. പക്ഷെ ഇതാണ് ചിന്തെങ്കിലോ യോജിപ്പില്ലെന്ന് മനസ്സിലാവില്ലേ? യോജിപ്പിടി എന്താ വേണ്ടേ? ഇന്നലെ ഈ ഒരു യോഗത്തിൽ ഞാൻ പോയത്, എൻ്റെ ക്ഷണിച്ച് ഞാൻ പോയത് ഒരു ഈ വഖഫ് വിഷയത്തെക്കുറിച്ച്. ഞാൻ പറഞ്ഞത് നിങ്ങൾ പരസ്യമായിട്ട് പത്രപ്രസ്താവന എടുത്ത് വഷളാക്കാതെ അങ്ങനെ വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തവണ ഏകയായിട്ട് ചെന്ന് കണ്ട് സംസാരിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താം, എന്നിട്ട് അദ്ദേഹത്തെ കൂടെ നിർത്താം. അല്ല അദ്ദേഹത്തെ കുറ്റം പറഞ്ഞാൽ അദ്ദേഹത്തിന് പുറത്തായില്ല, എതിരായില്ലേ? പ്രതിപക്ഷ നേതാവല്ലേ, എന്തൊക്കെ പറഞ്ഞാലും പ്രതിപക്ഷ നേതാവാണ്, മുഖ്യമന്ത്രി അതേ റാങ്കാണ്, പ്രധാന റാങ്കാണ് നമ്മുടെ ദേശീയ കേന്ദ്ര പ്രതിപക്ഷ നേതാവ്. അപ്പോൾ നിങ്ങൾ അവർ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, അത് രഹസ്യമായിട്ട് കണ്ട് സംസാരിക്കണം, പത്യവാർത്ത കൊടുക്കരുത്. ഞാൻ ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞു, എറണാകുളത്ത് കൂടിയിൽ. ഇന്ന് ഷാജി പറയുന്നു അദ്ദേഹം, അപ്പോൾ ഷാജിക്കും പത്രപ്രസ്താവന നടത്തിയ ആളാകണം, സതീഷിനും ആളാകണം. സതീഷിനെ പറഞ്ഞതിൽ പാലക്കാട് ഇലക്ഷനും വയനാട് ഇലക്ഷൻ വിഷയമായിരുന്നില്ല, ചേലക്കര വിഷയമായിരുന്നു, പാലക്കാട് വിഷയം. അപ്പോൾ അവിടുത്തെ അവിടുത്തെ ക്രിസ്ത്യൻ സമുദായ വോട്ട് മറിക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കട്ടായം പറഞ്ഞത്. അത് ഞാൻ തന്നെ പറയുകയും ചെയ്തു, നിങ്ങൾ ഇലക്ഷൻ മുമ്പ് തന്നെ അവിടെ ചെന്ന് ധാരണ എത്തണം അല്ലെങ്കിൽ മോശമാകുന്നു. പക്ഷെ അവിടെ ക്രിസംഗിൽ പറഞ്ഞ് പാലക്കാട് ഞങ്ങൾ മാറിക്കും 10,000 വോട്ട്, 5,000 വോട്ടുള്ളൂ, 10,000 വോട്ട്, 10,000 N ബ്ലോക്ക് BJP കൊടുക്കാണ്, ജയിക്കണല്ലേ? എൻ്റെ ക്രിസംഗി, ഈ ക്രിസംഗി 10,000 പോലും ഇല്ലാത്ത ക്രിസംഗിയുടെ വാക്കിട്ട് സംഘ് പരിവാറെ നിങ്ങൾ തുള്ളല്ലേ? അത് നിങ്ങൾ നാളെ പോകുള്ളൂ. ഇപ്പോൾ പാലക്കാട് കണ്ടില്ലേ? അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഷാജി ഉൾപ്പെടെയുള്ള ആൾക്കാരും പിന്നെ സംരക്ഷണ സമിതിയൊക്കെ ചെയ്യേണ്ടത്, അങ്ങനെ വി.ഡി. സതീശൻ അവർക്ക് അങ്ങനെ വീഴ്ച പറ്റിയെങ്കിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടത്, അത് തിരുത്തണം. അതിൽ മറുപടി പ്രസ്താവന എടുക്കാൻ പാടും, അല്ല കുറ്റപ്പെടുത്താൻ വേണ്ടേ? കുറ്റപ്പെടുത്താൻ ഒരു ഗ്രൂപ്പായില്ലേ, അത് രാഷ്ട്രീയമായില്ലേ? ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ? അതിൽ നമ്മളൊരു അന്ന് പറയാണ്, വഖഫ് ഭൂമി തന്നെയാണ് അത്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നീതി ലഭിക്കണം, അതിനാണ് സർക്കാർ ആലോചിച്ചിട്ട് അവിടെ താമസിക്കുന്നവർക്ക് എന്താണ് പരിഹാരം, മറ്റു ഭൂമി കൊടുക്കുകയും ചെയ്യുക. എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ, ഞാൻ അന്ന് വീണ്ടും പറയാണ്, അങ്ങനെ രേഖയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അവിടെ കൊടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സർക്കാർ തീരുമാനിക്കും, അവർക്ക് കൊടുക്കുക. അല്ലാത്തൊരു ഒഴിഞ്ഞു കൊടുക്കുക. ഇപ്പോൾ റിസോർട്ട് കാണുന്നുണ്ട്, ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ നോമിനിയാണ്, അല്ലെങ്കിൽ അതേ നോമിനിയാന്നൊക്കെ പറയുന്നുണ്ട് ഈ ബാറൊക്കെ ഉള്ളത്. അതും ഞാൻ പറഞ്ഞില്ല, ഏതായാലും വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്ത വിഷയമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് സിറിയയിൽ നടക്കുന്നപ്പോൾ ഇന്ന് രാത്രിയൊക്കെ എന്ത് നടക്കുമെന്ന് അറിയില്ല, അതിലെന്താ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടു. പിന്നെ വേറൊരു സംഘ നേതാവ് പറയുന്നതിൽ പലതിലും ശരിയായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഗസയിലെ മുസ്ലിങ്ങൾ ചത്താൽ ഇന്ത്യൻ മുസ്ലിങ്ങളിൽ, കേരള മുസ്ലിങ്ങളിൽ അമ്മയ്യപ്പനോ മരുമക്കളിലോ ആണോ, നിങ്ങൾക്കെന്താ കാര്യം എന്ന് പറഞ്ഞു. ശരിയല്ലേ? ഒന്ന് ചോദിക്കട്ടെ എൻ്റെ സംഘ നേതാവ്, അങ്ങനെയെങ്കിൽ ഞങ്ങൾ വീണ്ടും പറഞ്ഞു, ബംഗാൾ രാജ്യത്ത് എന്താണ് ബംഗ്ലാദേശിൽ ഒരു ന്യൂനപക്ഷക്കാരൻ്റെ ഒരു രൂപം പോലും അപകടം വന്നാൽ ഞങ്ങൾ സഹിക്കില്ല. അവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു രോമത്തിന് കേട് വന്നാൽ പോലും ഞങ്ങൾ സഹിക്കില്ല. അതാണ് ഞങ്ങളുടെ പോളിസി. പക്ഷെ അവിടെ ഹിന്ദു ന്യൂനപക്ഷമാണ്, ഹിന്ദുവിനെ ആക്രമിക്കുന്നതുള്ള പരാതി ഉണ്ടല്ലോ. അതെന്താണ് സംഘ നേതാവ്? നിങ്ങൾക്ക് ഈ മനുഷ്യനെ പൊട്ടനാക്കുന്നത് നിങ്ങൾ മാത്രം ബുദ്ധിയുള്ളതാണോ? എന്താണ് സർ മണ്ടത്തരം പറഞ്ഞാൽ അതിലുണ്ട്?
അത് പറഞ്ഞ കാര്യം എന്താ ഒന്ന് പറഞ്ഞാൽ നിർത്തിയേക്കാം. അതായത് പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് കൊല്ലുമ്പോൾ നിങ്ങൾക്ക് എന്താ സങ്കടം, നിങ്ങളുടെ അമ്മായിയപ്പനാണോ മരുമോനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഭാഗിക സമ്മതിക്കും, അത് വേറെയില്ലേ. പക്ഷെ അങ്ങനെയെങ്കിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ അക്രമം ഉണ്ടാകുമ്പോൾ അത് ശരിയല്ല, അന്വേഷിക്കണം, അത് സപ്പോർട്ട് ചെയ്യണം എന്ന് വാദിക്കുമ്പോൾ അതാണ് അവനവൻ്റെ ജാതിയിൽ വരുമ്പോൾ അവന് ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കും, പ്രവർത്തിക്കും. അതിൽ തെറ്റില്ല. അത് ഹിന്ദു ചെയ്താലും തെറ്റില്ല, മുസ്ലിം ചെയ്താലും തെറ്റില്ല. അല്ല, മുസ്ലിം ചെയ്യുമ്പോൾ ആവശ്യമില്ല, ഹിന്ദു ചെയ്യണം അത് തെറ്റില്ല എന്ന് പറയുന്ന അതിനാണ് കാപട്യം അല്ലെങ്കിൽ കപടത എന്ന് പറയുന്നത്. അതിനാണ് തട്ടിപ്പ്, വഞ്ചന, ചിറ്റമ്മ നയം എന്നൊക്കെ പറഞ്ഞത്. അങ്ങനത്തെ വേണ്ട ക്രിസംഗി നേതാവേ, അങ്ങയുടെ ബുദ്ധി നല്ല രീതിയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.